ബിസിനസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ താരതമ്യം ചെയ്യുന്നു. അവരുമായിട്ട് എനിക്കൊന്നുമില്ല, ഞാൻ സീറോയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ചെറുതാകുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തോ, അത് പ്രായമൊന്നൊരു തടസ്സമൊന്നുമല്ല. അങ്ങനെ വിചാരിച്ചോണ്ട് എനിക്ക് 30 വയസ്സായി, അല്ലെങ്കിൽ 40 വയസ്സായി, അല്ലെങ്കിൽ 25 വയസ്സായി, ഇതെന്ത് ഞാൻ ചെയ്യാനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. പ്രായം നിങ്ങൾ നോക്കിയാൽ മതി. ലോകത്ത് വിജയിച്ച ഒരുപാട് ആളുകൾ നിങ്ങളൊക്കെ കഴിക്കുന്നതാണ് KFC എന്ന് പറയുന്നത്, അല്ലെ? ആ ചിക്കൻ കഴിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഉപജ്ഞാതാവായ, അതുണ്ടാക്കിയ ആ മനുഷ്യൻ ആരാണെന്നല്ലോ? 62ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ പരിപാടി തന്നെ തുടങ്ങുന്നത്. KFC എന്ന് പറയുന്ന ആ ഒരു സംരംഭം തന്നെ തുടങ്ങുന്നത് 62ാമത്തെ വയസ്സിലാണ്. അപ്പൊ പ്രായം ഒരു തടസ്സമല്ല. ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുണ്ട്. അതേപോലെ കോഴിക്കോടിൽപ്പെട്ട മുസ്തഫ, PV മുസ്തഫ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം 60 വയസ്സ് വരെ ചായ വിറ്റ് നടന്ന മനുഷ്യനാണ്. പിന്നീടാണ് അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹം ഓരോ കഥകൾ എഴുതാൻ തുടങ്ങിയത്. ഓരോ കാര്യങ്ങളും എഴുതിയിട്ട് അദ്ദേഹം ചെയ്തു വലിയ ഫേമസ് ആയി. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് വെച്ച് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം വരും. ഇപ്പൊ ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ വളരെ ഊർജത്തോടെയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഒരു ഭയവുമില്ല, എനിക്ക് നല്ല ആത്മവിശ്വാസം. എന്തുകൊണ്ടാണ്? നേരെ മറിച്ച് എന്നോട് ഇപ്പൊ കളിക്കാൻ പറഞ്ഞാൽ എന്റെ എല്ലാ ആത്മവിശ്വാസം പോകും. കാരണം എനിക്കത് താല്പര്യമില്ല. കളിയിൽ തീരെ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. അല്ലാതെ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും ഈ ഒരു എതിർപ്പുണ്ടായത് കൊണ്ടോ, അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഈ സിസ്റ്റം ശരിയല്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ ക്ലബിലേക്കൊന്നും വരാത്തത്. എനിക്കത് താല്പര്യമില്ല. ജന്മനാ കളിയിൽ താല്പര്യമില്ലാത്ത ഞാൻ ഒരുപാട് വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. കളി സ്ഥലത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ശ്രദ്ധ ഒരിക്കലും അതിൽ പറ്റില്ല. എന്റെ ശ്രദ്ധ ഒരിക്കലും അവിടെ നിൽക്കില്ല. കാരണം ഞാൻ ആ സമയത്തൊക്കെ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് എന്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ കാര്യങ്ങളിൽ ചിലപ്പോൾ താല്പര്യമില്ലാത്തവരുണ്ടാവും. ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾ ചെറുതൊന്നുമല്ല. ലോകത്ത് വിജയിച്ച എല്ലാ മനുഷ്യരും വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നും അല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത്. നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കുക, എന്താണ് എന്റെ കയ്യിലുള്ളത് എന്ന്. മനസ്സിനോട് നമ്മൾ നിരന്തരമായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ, ഒരു ദിവസമല്ല, ചിലപ്പോൾ 2 ദിവസമല്ല, 1 മാസമല്ല, ചിലപ്പോൾ 2 മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇന്ന കഴിവുണ്ട്. നമ്മുടെ കഴിവിനെ കുറിച്ചും കഴിവ് കേടിനെ കുറിച്ചും നമുക്ക് ബോധം വേണം. ആ ബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോ എല്ലാവരും ഒരു അത്ഭുതത്തോടെ നിൽക്കുന്നു. നിങ്ങളെന്നെ മനസ്സിലാക്കണം. എന്താന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വെറും സാധാരണക്കാരായ മനുഷ്യനാണ്. എന്നോട് ഫ്രീ ആകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ ചിലപ്പോ സംസാരിക്കാറില്ല. അത് ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ്. ഞാൻ എന്റെ പോലീസ് പറയുന്നതല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്പൊ ഇവിടെ തന്നെ നന്നായി സംസാരിക്കുന്ന വ്യക്തികളുണ്ടാവും. ഇപ്പൊ ജനീച്ചാണെങ്കിലും ആരാണെങ്കിലും മിഥിരാജാണെങ്കിലും നന്നായി ചിലപ്പോൾ ആളുകൾ മുമ്പിൽ സംസാരിക്കും. എന്നാൽ ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സംസാരിക്കാത്ത ആളുകളുണ്ടാവും. അത് ഒരു മോശമായത് കൊണ്ടല്ല, അത് അള്ളാഹു നമ്മൾ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ചില ആളുകൾ ഇൻട്രോവേർട്ടും ചില ആളുകൾ എക്സ്ട്രോവേർട്ട്. അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോടൊന്നും കൂടുതൽ സംസാരിക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ഈ ക്ലാസ് കഴിയുമ്പോൾ എന്തു സംശയവും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ ആ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോ ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒന്ന് പൗരബോധമാണെങ്കിൽ, രണ്ടാമത് നമ്മുടെ ആന്തരികമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ആന്തരികമായിട്ടുണ്ടാകുന്നത് സ്വന്തം പാഷനിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ കഴിവ് എന്താണോ അത് നോക്കിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് വിജയിക്കാൻ പറ്റും. അങ്ങനെ വിജയിക്കൂ. അല്ലാതെ മറ്റൊരുത്തന്റെ കീഴിൽ പണിയെടുത്തിട്ട് വിജയിക്കുമെന്ന് നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ട. എത്ര പ്രവാസികളുണ്ടില്ലേ? എത്ര ആളുകൾ വിജയിക്കുന്നുണ്ട് ഈ പ്രവാസ ലോകത്ത്? 90% ആളുകളും എന്താ പറയാ, അവരവരുടെ ചിലപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നല്ലാതെ സാമ്പത്തികമായി വളർന്ന എത്ര ആൾക്കാരുണ്ടാവും പറയാൻ പറ്റുമോ? 90% ആളുകളും പരാജയപ്പെട്ടിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ തന്നെ പറയണം. പ്രവാസികളായിട്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ചിലപ്പോ പ്രവാസ ലോകത്തേക്ക് അയക്കും. വലിയ ബുദ്ധിമുട്ടൊക്കെ പറയും. വീട്ടുകാരെ പോലെ ഇതാ കടമുണ്ട്,
അല്ലെങ്കിൽ പെങ്ങളെ വായിക്കാനുണ്ട്, വീട് വേണം, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. എന്നിട്ട് ഈ പ്രശ്നം തീരാറുണ്ടോ? ഒരിക്കലും ഈ പ്രശ്നം, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം തീരാൻ പോകുന്നില്ല. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി, ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് യുവാക്കളോട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കുക, എന്താണ് എന്നെ കൊണ്ട് ഈ ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജീവിതത്തിൽ. അപ്പൊ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ പണം നിങ്ങളെ തേടി വരും. പണത്തിന്റെ പിന്നാലെ നമ്മൾ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ലോകത്ത് വിജയിച്ച വലിയ വലിയ കോടീശ്വരന്മാർ, ബിൽ ഗേറ്റ്സ് ആണെങ്കിലും ഇലോൺ മസ്ക് ആണെങ്കിലും, ഇലോൺ മസ്ക് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു കോടീശ്വരനാകാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തിന്റെ പാഷനിലൂടെ പിന്തുടർന്നപ്പോ ആ മനുഷ്യനെന്തായി? കോടീശ്വരനായി. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പണത്തിനോ അല്ലെങ്കിൽ സ്ഥാനമാനത്തിനോ എന്തിനു വേണ്ടി നമ്മൾ ഓടേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് സമൂഹത്തിന് എന്ത് സേവനം ചെയ്യാൻ പറ്റും, അതുമൂലം സമൂഹത്തിന് എന്ത് ഗുണങ്ങൾ കിട്ടുമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പണങ്ങൾ നമ്മളെ തേടി വരും. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഉറപ്പിച്ചോളൂ, ഇനി ക്ലബിലാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇനി കളിയിലാണ് ഇഷ്ടമെങ്കിൽ ഒരു നിലക്കും നിങ്ങൾക്ക് മറ്റൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കളിയിലൂടെ തന്നെ നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്നു നോക്കണം. ഒന്നെങ്കിൽ ചിലപ്പോൾ പ്രായമായതും വിഷയമല്ല, നിങ്ങൾക്ക് കോച്ചാകാൻ പറ്റും. അതല്ലെങ്കിൽ ക്ലബിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റും. ഒരു അച്ചാർ കമ്പനി തുടങ്ങും. എന്നിട്ട് നിങ്ങൾ ജോലി ചെയ്യണ്ട, നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, മറ്റൊരുത്തനെ കൊണ്ട് ചെയ്യിക്കണം, മറ്റേതെങ്കിലും സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കണം. അങ്ങനെ എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, വിജയിക്കുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട. ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ നോക്കാറുണ്ടായിരിക്കും, വലിയ വലിയ മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ. അതിൽ ചില ആളുകളൊക്കെ എന്നോടൊപ്പം പ്രവർത്തിച്ചവരാണ്, ദുബൈയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവരാണ് അവർ പലരും. പക്ഷെ അവരെന്ത് ചെയ്തു? അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ കുറച്ച് അതിൽ നിന്ന് ഉൾവരിഞ്ഞു എന്നുള്ള സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരൽപ്പം പിറകിലായി എന്നുള്ള സത്യമാണ്. പക്ഷേ അന്ന് പ്രവർത്തിച്ചവരൊക്കെ ഇന്ന് വിജയിച്ചിട്ടുണ്ട്. ദുബൈയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, സ്വന്തമായി എന്താണോ, സ്വന്തം കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് മുമ്പോട്ട് ഇറങ്ങുന്നവൻ തീർച്ചയായിട്ടും വിജയിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലബിലുള്ളവരല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. എനിക്കൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. പലപ്പോഴും ക്ലബിലുള്ളവരെ അല്ലെ ചില ആളുകൾ മറ്റൊരു കണ്ണുകൊണ്ട് കാണും, സ്വാഭാവികമായിട്ടും അത് കാണും. എന്താന്ന് വെച്ചാല് വെറും കളി മാത്രമാണ്, ഇവർക്ക് എന്താ ഒരു അച്ചടക്കമില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മളത് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും ചെറുതാകരുത്. നിങ്ങളുടെ കയ്യിലുള്ള എന്താണെങ്കിലും നന്നായിട്ട് കളിക്കാൻ കഴിവുള്ളവൻ, അതിലൂടെയും അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ കഴിവുള്ളവൻ ആ രൂപത്തിലും, ഇനി നേതൃത്വം കൊടുക്കാൻ കഴിവുള്ളവൻ ആ രൂപത്തിലും നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലൂടെ നിങ്ങൾ പണമുണ്ടാക്കണം. അങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ മറ്റൊരുത്തന്റെ കീഴിൽ പണിയെടുത്തത് കൊണ്ടൊന്നും വിജയിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, എത്ര ആളുകളാണ് മറ്റൊരുത്തന്റെ കീഴിൽ അടിമപ്പണിയാണ് നമ്മൾ എടുക്കുന്നത്. ഈ നാട്ടിൽ ഇപ്പൊ ദുബൈയിലൊക്കെ നോക്കൂ, ഒരു 30,000 രൂപക്കൊക്കെ ശമ്പളത്തിനൊക്കെ പണിയെടുക്കും, ഒരുപാട് വർഷങ്ങൾ പണിയെടുക്കും. സാമ്പത്തികമായിട്ട് ഞങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ? ഇല്ല. പുരോഗമിക്കണ്ട. പുരോഗമിക്കണ്ട. ഇല്ല. എത്രയോ ആളുകൾ ഇന്നും കാണാൻ പറ്റും 30,000 രൂപക്കൊക്കെ ഇന്നും ശമ്പളത്തിന് ജോലി ചെയ്ത് കേവലം ഒരു കറവ പശുവായിട്ട് നാട്ടിലെ നമ്മളെ പണം എല്ലാവർക്കും വേണം. അത് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അത് മാതാപിതാക്കൾക്കാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും ഏത് നാട്ടുകാർക്കാണ്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആർക്കും നമ്മുടെ ആവശ്യമുള്ളൂ. അത് സത്യമാണ്. അത് ഒരാളെ കുറവല്ല. അത് മനുഷ്യരെങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് നോക്കിയിട്ടാണ് എല്ലാ മനുഷ്യരും നമ്മളോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടിയും ജീവിക്കണം. നമ്മൾ പ്രവാസിയായിട്ട് ജീവിക്കണ്ട എന്നല്ല. ഒന്നുകിൽ ജീവിക്കുന്നെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിയൊക്കെ കൊണ്ടുപോകണം. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഒരാളിപ്പോ ഗൾഫിൽ ജീവിക്കുന്നു, ഒരു 30 വർഷം അല്ലെങ്കിൽ ഒരു 40 വർഷം ഗൾഫിൽ ജീവിക്കുന്നു എന്ന് വിചാരിച്ചോ. ഈ ഗൾഫിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം നാട്ടിൽ ജീവിക്കുന്നത് കേവലം ഒരു 2-3 വർഷം മാത്രം. കാരണം വർഷത്തിലോ 2 വർഷത്തിലോ 1 മാസം 2 മാസം ലീവ് ഉണ്ടാവും. ഈ ലീവിൽ വന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവര് വീണ്ടും പോകും,
വീണ്ടും കടാക്കുന്നു, വീണ്ടും പോകുന്നു. ഇങ്ങനെ തുടർന്ന് ഒരു 40-50 വർഷമാകുമ്പോൾ ഷുഗറും കൊളസ്ട്രോളും രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നും അവര് നിർത്തിവരും. ഈ നിർത്തി വന്നിട്ട് അവസാനം ആർക്കും വേണ്ടാത്ത, നിങ്ങൾ പ്രവാസികൾ മതിയാക്കി വന്നവരോടൊന്ന് ചോദിച്ചു നോക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട്. രോഗം വന്നിട്ട് 10-30 വർഷം ജീവിച്ചിട്ട് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ ഒരൊറ്റൊരു കാര്യം എന്നോടുള്ളൂ, മുനീറെ, പണം ഏറ്റവും ജീവിതത്തിൽ വേണ്ടത് പണമാണ്, മറ്റൊന്നുമല്ല. പണം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാൽ മാത്രമേ നിങ്ങൾ ആളുകൾ, നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ആരും നമ്മളെ പിന്തുണക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടിയും ജീവിക്കണം. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. നമ്മൾ ആരും തിരിച്ചു വരുന്നില്ല. ഒരു 60-70 വയസ്സ് കഴിഞ്ഞ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. വരുന്നുണ്ടോ? ആരും വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടിയും ജീവിക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കൽ, നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നാടിനെ സംരക്ഷിക്കൽ, നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ കേവലം ഒരു ഒരു കറവ് പശുവിനെ പോലെ ജീവിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക. നമ്മളെ ചെറുതായി കാണുന്നവരെ, നമ്മളെ മോശമായി കാണുന്നവരെ, നമ്മളെ തമ്മാടികളായി കാണുന്നവർക്ക് മുമ്പിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കലാണ്. അതാണ് നമ്മുടെ പ്രതികാരം. നമ്മൾ ആരും വിമർശിച്ചോട്ടെ, ആരും എതിർത്തോട്ടെ, എന്നാലും നമ്മൾ നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. വിജയിക്കണം. അങ്ങനെയൊക്കെ. അപ്പൊ ഏത് മേഖലയാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും നമ്മൾ അതിനെ ബഹുമാനിക്കാനും പഠിക്കണം. അതൊരു ബോധമുള്ളവന്റെ ലക്ഷണമാണ്, അല്ലെ? നമ്മൾ എന്തിപ്പോ സാബിത്താണെങ്കിൽ സാബിത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം എന്താണ്? സമൂഹത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യും. ഇപ്പൊ ഒരു കസാരയിടാണ്, അതിടും. അതേപോലെ ഭക്ഷണത്തിന് വേണ്ട എല്ലാ സൗകര്യവും ഉണ്ടാക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു മേഖലയാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ, അത് മാത്രമല്ല, എല്ലാ ആളുകളും, ഈ ഭൂമിലോകത്തെ എല്ലാ ആളുകളും സേവനം ചെയ്യുന്നുണ്ട്. അവനവന്റെ മേഖലയിൽ അവനവൻ സേവനം ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഞാൻ തന്നെ പറയുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കോ അല്ല നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് എനിക്കറിയുന്ന എന്റെ ഉൾക്കാഴ്ചകളും ഞാൻ സ്വന്തമായി പഠിച്ച അറിവുകളും തത്വചിന്തകളും വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ എന്തെങ്കിലും നിങ്ങളൊന്ന് ചോദിക്കണം, എന്നാലേ എനിക്ക് തുടർന്ന് മുമ്പോട്ട് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുമോ ജീവിതത്തെ കുറിച്ച്? അതായത് നിങ്ങൾക്ക് ഇപ്പോ യുവാക്കളാണ്, നിങ്ങൾക്കിപ്പോ ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ എന്റെ പാഷൻ എങ്ങനെ കണ്ടെത്തണം, എങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? അമ്മ വേണ്ട ഇല്ല.